തീവ്ര മതരാഷ്ട്രീയം പ്രത്യയശാസ്ത്രമാക്കിയ സംഘടനകളെ ഒപ്പം നിർത്തുന്നതിൽ ഇടത് വലത് മുന്നണികൾ യാതൊരു മതേതര പ്രതിസന്ധിയും കാണുന്നില്ലെന്നത് ചൂണ്ടിക്കാട്ടി ഫാദർ വർഗീസ് വള്ളിക്കാട്ട്. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുന്നതാണോ പരിഹാരം എന്ന ചോദ്യത്തോടെ ഫാദർ വള്ളിക്കാട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കപടത തുറന്നുകാട്ടുന്നു. അതിങ്ങനെ: കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ മുന്നണികളും വിവിധ ഇസ്ലാമിസ്റ്റ് സംഘടനകളുമായി ധാരണയും സഖ്യവും രഹസ്യ കൂട്ടുകെട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് എന്നത് തുറന്നു പറയാൻ പാടില്ലാത്ത ഒരു അപ്രിയ സത്യമായിരിക്കാം. എന്നാൽ ഇത്തരം തീവ്ര സംഘടനകൾ പരസ്യമായി ഓരോ മുന്നണിക്കും പിന്തുണയുമായി രംഗത്തു വരുന്നതും അങ്ങനെ വരുന്ന സംഘടനകളെ ഓരോ മുന്നണിയും പരസ്യമായി ന്യായീകരിക്കുന്നതും പതിവായിരിക്കുന്നു. തീവ്ര മതരാഷ്ട്രീയം പ്രത്യയശാസ്ത്രമായി കൊണ്ടുനടക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തുന്നതിൽ ഇടതു വലത് മുന്നണികൾ യാതൊരു മതേതര പ്രതിസന്ധിയും കാണുന്നുമില്ല. റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളെയും അവയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളെയും അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യ നിലപാടെടുത്തിട്ടുള്ള ഇടതുമുന്നണിയും PDPയുമായുള്ള അതിന്റെ സുദീർഘമായ ബന്ധത്തിൽ യാതൊരു മാറ്റവും കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല. കേരളത്തിൽ തീവ്ര ഇസ്ലാമിസത്തിന്റെ ആശയലോകത്തിന് അടിത്തറ പാകിയ തീപാറുന്ന പ്രസംഗങ്ങളിലൂടെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിന്റെ തീവ്രരൂപം മലയാളക്കരയിൽ അവതരിപ്പിച്ച ആൾ മാത്രമല്ല, PDPയുടെ ചെയർമാനാണ് അബ്ദുൾ നാസർ മദനിയെന്ന് എല്ലാവർക്കും അറിയാം. 58 പേരുടെ ജീവൻ അപഹരിച്ച 1998 ഫെബ്രുവരി 14 കോയമ്പത്തൂർ സീരിയൽ ബോംബ് സ്ഫോടന കേസ്, 2 പേരുടെ ജീവനെടുക്കുകയും 20 പേരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത 2008 ബാംഗ്ലൂർ സീരിയൽ ബോംബ് സ്ഫോടന കേസ്, 2010 ഏപ്രിൽ 17 ബാംഗ്ലൂർ സ്റ്റേഡിയം ബോംബിംഗ് കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുള്ള ആൾകൂടിയാണ് അദ്ദേഹം. അത്തരം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സർക്കാരുകളുമാണ് എന്നത് രഹസ്യമായ കാര്യമല്ല. നാളിതുവരെ മറുഭാഗവും ഇതിനോട് ചേർന്ന് നിൽക്കുന്നതിൽ ഒട്ടും പിന്നിലായിരുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ശക്തി പ്രാപിച്ച് സമൂഹത്തിൽ പടർന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയെല്ലാം തലതൊട്ടപ്പനായി മലയാളികൾ കാണുന്ന വ്യക്തി കൂടിയാണ് അബ്ദുൾ നാസർ മദനി. അദ്ദേഹത്തിന് തീവ്രവാദ ബന്ധങ്ങളില്ലെങ്കിൽ അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ജയിലിൽ അടയ്ക്കപ്പെടുമായിരുന്നു. വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷവും 2017 ജൂലൈ 24 NIA കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചതും ഏപ്രിൽ 6, 2021 ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് SA ബോംഡെ, ജസ്റ്റിസുമാരായ AS ബോപ്പണ്ണ, V രാമസുബ്രഹ്മണ്യം എന്നിവർ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ അദ്ദേഹത്തെ ഡേഞ്ചറസ് മാൻ എന്ന് വിശേഷിപ്പിച്ചതും എല്ലാ ഇസ്ലാമിസ്റ്റ് തീവ്രവാദവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം തുറന്നു കാട്ടുന്നതല്ലേ. എന്നിട്ടും മദനി അധ്യക്ഷനായ പോപ്പുലർ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന PDPയുടെ പിന്തുണയും സഹകരണവും പരസ്യമായി സമ്മതിക്കുന്നതിൽ തീവ്രവാദത്തെ തള്ളിപ്പറയുന്ന LDF യാതൊരു അനൌചിത്യവും കാണുന്നില്ല എന്നത് വിചിത്രമല്ലേ. NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ തീവ്രവാദ പ്രവർത്തനത്തിന് പ്രതിചേർത്തിട്ടുള്ള ഒരു വ്യക്തിക്കും അയാൾ ചെയർമാനായ പാർട്ടിക്കും തീവ്രവാദ ബന്ധങ്ങളില്ല എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തെല്ലും മടിയില്ല എന്നത് എന്തുതരം യുക്തിയാണ്? SDPI എന്ന സംഘടനയുമായി സഹകരണമില്ല എന്ന നിലപാടെടുക്കുമ്പോഴും പാർട്ടിക്കുള്ളിലും പുറത്തും നിന്നുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഇപ്പോഴും പഴയ സിമി, NDF, PFI പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളെപ്പറ്റിയും അവ രൂപപ്പെട്ടുവന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെപ്പറ്റിയും പ്രതിപാദിക്കുന്ന പഠനങ്ങളും ആധികാരിക ലേഖനങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. സുന്നി ടൈഗർ ഫോഴ്സ്, ജമയത്ത് ഉൽ ഇസ്ഹാനിയ, NDF, സിമി, ISS, PDP, PFI, SDPI ഇവയെല്ലാം രൂപപ്പെട്ടതും ശക്തി പ്രാപിച്ചതും 1990കളിൽ കേരളത്തിൽ നിലനിന്ന സംഘർഷഭരിതമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിലും. ആ പശ്ചാത്തലം അനിവാര്യമാക്കിയ ഹിംസാത്മകതയെ ന്യായീകരിക്കുന്ന മതപരവും രാഷ്ട്രീയവുമായ പ്രത്യയശാസ്ത്രങ്ങളിലും നിലയുറപ്പിച്ചുകൊണ്ടാണ്. കേരള രാഷ്ട്രീയം ഇന്ത്യയിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ പടർത്തിയതിന്റെ ചിത്രം വ്യക്തമാക്കുന്ന പഠനമാണ് കേരള ടു ബംഗാൾ, ദി എക്സ്പാൻഡിംഗ് വെബ് ഓഫ് ഇസ്ലാമിസ്റ്റ് റാഡിക്കലൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദി റോൾ ഓഫ് ഗ്ലോബൽ ജിഹാദിസ്റ്റ് നെറ്റ്വർക്ക് എന്ന തലക്കെട്ടിൽ രാജാ മുനീബ് ഇന്ത്യ ഫൗണ്ടേഷൻ മെയ് 1, 2025 പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ സംഘർഷഭരിതമായ ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെ ഇസ്ലാമിസ്റ്റ് ഭീകരതയ്ക്ക് തഴച്ചു വളരാൻ കഴിയുന്ന സാമൂഹ്യ പശ്ചാത്തലം സൃഷ്ടിച്ചു എന്ന് വ്യക്തമാക്കുന്ന പഠനമാണ് പ്രസ്തുത ലേഖനം. രാത്രിയുടെ മറവിൽ കൊലപാതകങ്ങൾ നടത്തുകയും മരിച്ചയാളുടെ മതവും രാഷ്ട്രീയവും നോക്കി മറുഭാഗത്തു നിന്നും പ്രതികളെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന രീതി
വളരെ കാലം കേരളത്തിൽ നിലനിന്നതിന്റെയും കൊലപാതക സംഘങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സമൂഹത്തിൽ വിലസി നടന്നതിന്റെയും കഥകൾ പലതും ഇപ്പോഴും മുഴുവനായി പുറത്തു വന്നിട്ടില്ല. 1994-96 വർഷങ്ങളിൽ ഇത്തരം പാതിരാ കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ നടന്നു. പലരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ജീവപര്യന്തം ഉൾപ്പെടെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തെങ്കിലും അവർ കുറ്റം ചെയ്തവർ ആയിരുന്നില്ല. കുറ്റം ഏറ്റവരായിരുന്നുവെന്നും യഥാർത്ഥ കൊലപാതക സംഘങ്ങൾ ആരായിരുന്നുവെന്നും എന്തുകൊണ്ട് അവരിലേക്ക് ഒരന്വേഷണവും എത്തിയില്ല എന്നതുമൊക്കെ ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല. കൊല്ലപ്പെടുന്നവൻ കുറ്റവാളികളും കൊല്ലുന്നവർ മതപരമായി അതിനായി നിയോഗിക്കപ്പെട്ടവരുമാണ് എന്ന ഒരു അവബോധം പടർത്താൻ മാത്രം സമൂഹത്തിൽ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി അപ്പോഴേക്കും ആഴത്തിൽ പടർന്നു കഴിഞ്ഞിരുന്നു. സംസ്ഥാനത്ത് നടന്ന ഇത്തരം പാതിരാ കൊലപാതകങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ സെൻകുമാറാണ്. മുഖ്യമന്ത്രി നായനാർ നേരിട്ട് സ്വീകരിച്ച ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അന്നത്തെ സർക്കാരിനും തുടർന്നു വന്ന സർക്കാരുകൾക്കും അറിയാം. 2019 ശ്രീലങ്കൻ ഭീകരാക്രമണത്തെ തുടർന്ന് KCBCയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംവാദ പരിപാടിയിൽ കേരളത്തിന്റെ മുൻ DGP ജേക്കബ് പുന്നൂസ് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ചരിത്രം പ്രതിപാദിച്ചപ്പോൾ ഈ പാതിരാ കൊലപാതകങ്ങളും മലപ്പുറം ജില്ലയിലെ ഓലമേഞ്ഞ തിയേറ്ററുകൾ ഒന്നൊന്നായി കത്തിയമർന്ന സംഭവങ്ങളും പലയിടങ്ങളിലും നടന്ന പൈപ്പ് ബോംബ് ആക്രമണങ്ങളെപ്പറ്റിയും അതിനു പിന്നിൽ പ്രവർത്തിച്ച സംഘടനയെപ്പറ്റിയും പറഞ്ഞു വന്നത് SDPIയോ PDPയോ വെൽഫെയർ പാർട്ടിയോ എന്നതല്ല കേരളത്തിന്റെ പ്രശ്നം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം പ്രസ്ഥാനങ്ങളുമായുള്ള അവിശുദ്ധ ബന്ധങ്ങളുണ്ട് എന്നതാണ്. ഡൽഹി കേന്ദ്രമായ സൊസൈറ്റി ഫോർ ദി സ്റ്റഡി ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അനിമേഷ് റൌൾ, നിഹാർ നായക് എന്നിവർ ഇങ്ങനെ നിരീക്ഷിക്കുന്നു. തീവ്രവാദ ഗ്രൂപ്പുകളിലെ സ്ലീപ്പർ സെല്ലുകൾ എന്ന് സംശയിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ നടപടികൾക്ക് പുറമെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളും രാഷ്ട്രീയവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ റാഡിക്കലിസത്തിന്റെ വ്യാപനം തടയാൻ കഴിയുമെന്ന് ലേഖനത്തിൽ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയമായി സഹകരിക്കാൻ UDF എടുത്തിട്ടുള്ള തീരുമാനവും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്തെന്നും അവരുടെ പ്രത്യയശാസ്ത്രം എന്തെന്നും അറിയാത്തവരല്ല കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്ന UDF. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടന അവരുടെ പ്രത്യയശാസ്ത്രം നടപ്പാക്കാനുള്ള സംവിധാനമല്ലെങ്കിൽ പിന്നെ എന്താണ്? കേരളത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ സലഫി വഹാബി മത സംഘടനകളെക്കാൾ മുന്നിൽ നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന വസ്തുത പ്രൊഫസർ ഹമീദ് ചെന്നമംഗലൂരിനെ പോലെയുള്ളവർ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിലനിന്നു വന്നിട്ടുള്ള ഒരുമയുടെയും സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും മതേതര രാഷ്ട്രീയത്തിന്റെയും അന്തരീക്ഷം രാഷ്ട്രീയമായ നേട്ടത്തിനും തെരഞ്ഞെടുപ്പ് വിജയത്തിനും വേണ്ടിയുള്ള മുൻഗണനയിൽ രാഷ്ട്രീയ പാർട്ടികൾ കൈവിട്ടുകളയുന്നു എന്നത് ഖേദകരമാണ്, ദുഃഖകരവുമാണ്. ഇത് ചൂണ്ടിക്കാട്ടുന്നവരെ അധിക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഏറ്റെടുക്കുക കൂടി ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ നിസ്സഹായരാവുകയാണ്. കേരളത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് കുടപിടിക്കുന്ന കേരള രാഷ്ട്രീയത്തെ പൊതുസമൂഹം കൃത്യമായി നിരീക്ഷിക്കുക തന്നെ വേണം. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും പ്രത്യക്ഷമായി വർഗീയ പ്രീണനം നടത്തുന്നു എന്ന ആരോപണം തള്ളിക്കളയാനാവുമോ? ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പരോക്ഷമായി സഹായിക്കുന്ന സാഹചര്യമല്ലേ യഥാർത്ഥത്തിൽ ഇത്തരം സമീപനങ്ങളിലൂടെ കേരളത്തിലെ പ്രബല രാഷ്ട്രീയ മുന്നണികൾ വളർത്തിക്കൊണ്ടുവരുന്നത്? മതേതര നിലപാട് കൈവിട്ട് കളയുന്നതിലൂടെ ഈ രാഷ്ട്രീയ മുന്നണികൾ എല്ലാത്തരം വർഗീയ ശക്തികളെയും ബലപ്പെടുത്തുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അക്ഷന്തവ്യമായ അനാസ്ഥയോ കുറ്റകരമായ നിലപാടുകളോ ആണ് സ്വീകരിച്ചു വരുന്നത് എന്ന അപ്രിയ സത്യം പറയാതിരിക്കാനാവില്ലെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ആവർത്തിച്ചു വ്യക്തമാക്കുന്നു.